രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവത താൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് വ്യാജ പരാതി നൽകിയത് തെറ്റാണെന്ന് രാഹുൽ ഈശ്വർ. യുവതിക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയെന്നും പുരുഷനെതിരെ കള്ളപ്പരാതി നൽകുന്ന പ്രവണത അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് പരാതി നൽകിയതെന്നും രാഹുൽ പറഞ്ഞു. വീഡിയോ ചെയ്യുന്നതിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും തനിക്ക് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ഡ്രഗ്സും റേപ്പ് കേസും ഉണ്ടായിട്ടും വേടൻ ജയിലിൽ കിടന്നിട്ടില്ല. താൻ 16 ദിവസമാണ് കിടന്നതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിജീവത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവാണ് ശരിക്കും അതിജീവതൻ. അവരെ സപ്പോർട്ട് ചെയ്തു കൊടുത്ത വീഡിയോ ആണ് അവരെ പ്രകോപിപ്പിച്ചത്. അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കെതിരെ പരാതി കൊടുത്തത്. അവർ പരാതിക്കാരിയാണ്, അതിജീവതയല്ല. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ല, ലൈക്ക് പോലും അടിച്ചിട്ടില്ല, ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ അവർ ദുരുപയോഗം ചെയ്യുകയാണ്. പരാതിക്കാരി പറയുന്ന പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ അതിജീവതയാകുന്നത്? മാധ്യമങ്ങൾ അവളോടൊപ്പവും അവനോടൊപ്പവും അല്ല നിൽക്കേണ്ടത്, സത്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടതെന്നും രാഹുൽ പറഞ്ഞു. ദിലീപിനെ കള്ളക്കേസിൽ ജയിലിലിടാൻ സാധിക്കുമെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ സേഫ്? എനിക്ക് ശക്തമായ എതിർപ്പുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഞാൻ കള്ളം പറയില്ല. ആളുകളെ പെടുത്തുന്ന പരിപാടി നിർത്തണം. ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് എന്നെ ക്രോശിക്കുന്നത്. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് അറിഞ്ഞത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും സുഹൃത്തുക്കളല്ല. ഞങ്ങളുടെ പുരുഷ കമ്മീഷനെ എതിർത്തത് രാഹുലാണ്. ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു.